ഏവർക്കും സ്നേഹവന്ദനം. പഠനത്തിന് താല്പര്യമുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ നേരിട്ടും അല്ലാതെയും എന്നോട് പറയുകയുണ്ടായി, ബൈബിളും ഖുറാനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം അനിവാര്യമാണ്. കാരണം നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ടെന്നും അവരത്തരത്തിലുള്ള സംവാദങ്ങളൊക്കെ സ്നേഹസംവാദം എന്ന പേരിൽ പല മേഖലകളിലും നടത്തി വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സമയത്ത് നമ്മുടെ സഹോദരൻ ലിൻഡോയും മറ്റ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു പ്രവർത്തകനും തമ്മിൽ നല്ല ആരോഗ്യകരമായിട്ടുള്ള വളരെ ഡിബേറ്റബിളായിട്ടുള്ള രീതിയിൽ തന്നെ അവർ ഭംഗിയായിട്ട് ഒരു ഡിബേറ്റ് നടത്തുകയുണ്ടായി. അത് നമുക്ക് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങൾ പലരും പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് അവരുടെ ഇടയിൽ തന്നെ ഈ ഖുറാൻ പഠനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുകൊണ്ടും എക്സ് മുസ്ലിംസ് ധാരാളമായിട്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നുകൊണ്ടും നമ്മുടെ അതിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം, അത് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ചെറുപ്പക്കാർ ഈ വിഷയം ആവശ്യപ്പെട്ടതുകൊണ്ട് അത് അനിവാര്യമായിട്ട് എനിക്കും തോന്നി. ക്രൈസ്തവ സമൂഹം വളരെ ജാഗ്രതയോടുകൂടെ ബൈബിൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഖുറാനും വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു എന്ന് കേട്ടതിലും അറിയുന്നതിലും എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഖുറാനും ബൈബിളും തമ്മിൽ ഒരു താരതമ്യ പഠനം അനിവാര്യം ആണ്. അത് ഞാൻ തന്നെ സ്നേഹപൂർവ്വം ചെയ്യണം എന്ന് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു എക്സിജറ്റിക്കൽ സ്റ്റഡീസ് ഇനി മുതൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കൊച്ചാക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാനല്ല, മറിച്ച് നമ്മൾ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ കോമണായിട്ട് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിനകത്ത് പൊതുവായിട്ടുള്ള നമ്മുടെ വിശ്വാസം, എന്നാൽ വിശ്വാസത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇവയെക്കുറിച്ചൊരു പഠനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു എക്സിജറ്റിക്കൽ സ്റ്റഡീസായിട്ട് പോകുന്നതായിരിക്കും നല്ല. എക്സിജറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ സംബന്ധിയായിട്ട് ആ പുസ്തകത്തിൽ മുഴുവനായിട്ട് എവിടെയെല്ലാം ഭാഗങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മറ്റ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരെയും എക്സിജറ്റിക്കൽ സ്റ്റഡീസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കുകയും നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ ഇത് കേൾക്കുവാനും പഠിക്കാനും താല്പര്യമുള്ളവർ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരിലേക്ക് നിങ്ങളിത് പാസ് ചെയ്യണം. വളരെ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അറിവിന് വേണ്ടിയിട്ടാണ്, ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, സത്യം അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുവാനും ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും ഈ സത്യം സ്വതന്ത്രമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും ഒരു കഥാപാത്രത്തെ എടുത്ത് ഒരല്പം മാത്രം ഇന്ന് അതിൻ്റെ ആദ്യ ഭാഗം മാത്രം പഠിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ആദമിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദം ഹവ്വ ദമ്പതികളെക്കുറിച്ചാണ്. നമുക്കറിയാമല്ലോ, ലോകത്തിലെ ആദ്യ മനുഷ്യനായി വിശുദ്ധ ബൈബിളിലും അതോടൊപ്പം തന്നെ ഖുറാനിലും പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ആദം. ആദം നബി എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു, ആദാം എന്ന് മലയാള ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്. പഴയ നിയമമെന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കും. അതിനെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്ന് പഴയ നിയമത്തെ പൊതുവെ മുസ്ലിം സഹോദരങ്ങൾ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ശരിക്കും ഇത് ലഭ്യമായത്, ഈ പഴയ നിയമമെന്ന് ക്രൈസ്തവർ വിളിക്കുന്നതും തൗറാത്ത്, സബൂർ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭാഗം അത് കിട്ടിയിരിക്കുന്ന യഹൂദന്മാർക്കാണ്. അപ്പോൾ യഹൂദികൾ അതിനെ വിളിക്കുന്നത് തനാക്ക് എന്നാണ്. അവരുടെ ഗ്രന്ഥത്തെ അവർ വിളിക്കുന്നത് തനാക്ക്. തോറ, നാബീം, കെത്തുബ്യം, ഇത് മൂന്നും കൂടി അടങ്ങിയതാണ് അവരുടെ തനാക്ക്. അപ്പോൾ അവരുടെ തനാക്കിൽ 22 പുസ്തകങ്ങൾ, ആ 22 പുസ്തകങ്ങളെയാണ് 39 പുസ്തകങ്ങളായിട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് കാരണം തനാക്കിൽ പറഞ്ഞിരിക്കുന്ന ചില പുസ്തകങ്ങൾ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ എന്നൊന്നും വിവരിച്ചു കൊടുത്തിട്ടില്ല. ബൈബിളിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ പഴയ നിയമത്തിലേക്ക് എടുത്തപ്പോൾ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം എന്നൊക്കെ പറഞ്ഞ് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പുസ്തകങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. 22 പുസ്തകങ്ങളിലുള്ള തനാക്കിലുള്ള 22 പുസ്തകങ്ങൾ മാത്രമാണ് 39 പുസ്തകങ്ങളായിട്ട് സത്യവേദ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എല്ലാവരുടെയും പൊതുവിലുള്ള അറിവിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അതിനെ പൊതുവെ മുസ്ലിം സഹോദരങ്ങൾ വിളിക്കാറുള്ളത് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ. അപ്പം തൗറാത്ത് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഈ തോറ, നാബീം ചേർന്നിട്ടുള്ളതാണ്.
അവർ സബൂർ എന്ന് പറയുന്നത് ദാവീദിൻ്റെ സങ്കീർത്തന പുസ്തകത്തിനാണ്. അപ്പോൾ കെത്തൂബിയം കൂടെ ഈ തോറയിൽ അടങ്ങിയിട്ടുണ്ട് അവർ പറയുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പൊതുവിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനിയും കാര്യങ്ങൾ പഠിക്കാനായിട്ട്. എന്നാൽ പുതിയ നിയമം, ഇഞ്ചീൽ എന്നവർ പറയുന്ന പുതിയ നിയമം, ആ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് അത് 27 പുസ്തകങ്ങൾ അന്തർലീനമായിട്ടുള്ളതാണ് ബൈബിളിലെ പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആദമിനെക്കുറിച്ചാണ്. ആദമിനെക്കുറിച്ച് ആധികാരികമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത് മോശ എഴുതിയിരിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നാണ്. മോശ എഴുതിയിരിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങൾ, ആദ്യ പഞ്ചഗ്രന്ഥങ്ങൾ, അതിനെ തോറ എന്നാണ് യഹൂദികൾ വിളിക്കുന്നത്. തോറ. ആ തോറ എന്ന് പറയുന്ന 5 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ കാര്യത്തെക്കുറിച്ച് ഓർഡർ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട MM അക്ബർ സാഹിബ് അത് പറഞ്ഞപ്പോൾ ഒരല്പം വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹം ശരിയായിട്ട് ബൈബിൾ വായിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിന് നമുക്ക് പരാതികളൊന്നുമില്ല കേട്ടോ, അത് ആരും ധരിക്കേണ്ട. അങ്ങനെ പരാതികളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും പറയാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടാണ്. പക്ഷേ സത്യം ഇതാണ്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന 5 പുസ്തകങ്ങളാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെന്ന് പൊതുവെ പറയപ്പെടുന്ന തോറ. അത് മാത്രമല്ല തൗറാത്ത് എന്ന് മുസ്ലിം സഹോദരങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഈ തോറയിൽ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദിമ മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ ആദമിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരണം നമുക്ക് തരുന്നത്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള രൂപങ്ങളും പറഞ്ഞിട്ടാണ് അതിൻ്റെ പിന്നത്തെ തലമുറയെക്കുറിച്ച് പറയാറുള്ളത്. എന്നാൽ ഖുറാനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പറയുകയും പിന്നീട് കുറേ കഴിഞ്ഞിട്ട് മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങൾ പറയുകയും പിന്നെ വേറൊരു സൂറയിൽ അല്ലെങ്കിൽ വേറൊരു അധ്യായത്തിലായിരിക്കും ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത്, ആദ്യം പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. അത് വൈരുദ്ധ്യമായിട്ട് തന്നെയാണ് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന്, ബൈബിളിൻ്റെ പരിപേക്ഷതയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതാണ് ഖുറാനെക്കുറിച്ചുള്ള ക്രൈസ്തവ വീക്ഷണം എന്നുള്ളതും കൂടെ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബൈബിളിന് അതിൽ തന്നെ നിലനിൽപ്പുണ്ട്. അതിന് ഖുറാൻ്റെ ഒരു പരിപേക്ഷത അനിവാര്യമില്ല. അപ്പോൾ ഖുറാൻ്റെ പരിപേക്ഷതയിൽ നിന്നുകൊണ്ട് ബൈബിളിനെ വീക്ഷിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇതെന്താണ് ഇങ്ങനെ ക്രമീകൃതമായിട്ട് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ അല്ലല്ലോ ഖുറാനിലുള്ളത്. അപ്പം ഖുറാൻ ഈ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും അഥവാ വിശുദ്ധ ബൈബിളിൻ്റെ തുടർച്ചയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരേണ്ടിയിരുന്നത് ഖുറാനിലും ഒരു തുടർമാനമായിട്ടുള്ള സംഭവങ്ങളാണ്. എന്നാൽ അതിനെക്കുറിച്ച് MM അക്ബർ സാഹിബ് വളരെ മുമ്പ് ഒരു വീഡിയോയിൽ, ഒരു ചർച്ചയിൽ അദ്ദേഹം ഒരു സംവാദത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഖുറാനിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് മറ്റൊരു ഭാഗത്താണ് അതൊരു കഥ പോലെ അല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. കഥ പോലെയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും, കഥയുമല്ല കവിതയുമല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ക്രൈസ്തവൻ്റെ വീക്ഷണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗദ്യത്തിലുമല്ല പദ്യത്തിലുമല്ല. അപ്പോൾ ഒന്നുകിൽ ആണായിരിക്കണം അല്ലെ പെണ്ണായിരിക്കണം, അല്ലാത്ത ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം ആ രീതിയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുറാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു ഗ്രന്ഥമേ അല്ല. കാരണം ഞങ്ങൾക്ക് പൂർണ്ണ വെളിപ്പാട് യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചു എന്നുള്ള വിശ്വാസം ക്രൈസ്തവ സമൂഹത്തിനുള്ളത് കൊണ്ട് പിന്നീട് ബൈബിളിൻ്റെ പരിപേക്ഷതയിൽ നിന്നുകൊണ്ട് മാത്രമേ മറ്റേത് പ്രവാചകന്മാരെയും ഏത് ഗ്രന്ഥങ്ങളെയും ദൈവികമെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളെയും വീക്ഷിക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന അപാകതകളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടുള്ളതാണെന്നുള്ളതും വിസ്മരിച്ചു പോകരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള ആദമിനെക്കുറിച്ചുള്ള സംഭവത്തിലേക്കാണ് വരുന്നത്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്താണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് ദൈവത്തിലെടുക്കുന്ന ഒരു തീരുമാനത്തെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ദൈവം ആരാണ് എന്നുള്ളത് അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തെ വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ദർ ഇസ് എ കൊഹിറൻസ് ഇൻ ഹിസ് നെയിം ഈവൻ
അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് യഹോവയായ ദൈവം തന്നിൽ തന്നെ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ സൃഷ്ടിക്കുക. എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കുന്നു എന്നും ആ 1, 2 അധ്യായങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 4 ഉദ്ദേശങ്ങളാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ 4 കാര്യങ്ങൾ അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ആദമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആദമിനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആദമിനെ കുറിച്ച് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ തോറയിൽ 112 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 112 പ്രാവശ്യമാണ് ആദമിനെക്കുറിച്ചും ആദമിനോടൊപ്പം ഹവ്വായെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 7 പ്രാവശ്യമാണ് ആദമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഏക മനുഷ്യനെന്നും ആദ്യ മനുഷ്യനെന്നും ഒക്കെ പുതിയ നിയമത്തിൽ ആദമിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെ വളരെ കൃത്യമായിട്ട് ഖുറാനിലും കാണാൻ സാധിക്കും. ഖുറാനിൽ നമുക്ക് 54 പ്രാവശ്യം ആദമിനെക്കുറിച്ച്, ആദം നബിയെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ആദമിനെക്കുറിച്ച് 54 പ്രാവശ്യം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. 68 പ്രാവശ്യം ആദ്യ മനുഷ്യൻ, ഫസ്റ്റ് മാൻ എന്ന് കൃത്യമായിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഖുറാനിൽ ആദമിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ തോറയിൽ അഥവാ പഴയ നിയമത്തിൽ വിശുദ്ധ ബൈബിളിൽ ആദമിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സമയത്ത് ദാറ്റ് ഈസ് എ കൊഹീറൻ്റ് അക്കൗണ്ട്. അത് വളരെ വിശദമായിട്ടുള്ളത് മാത്രമല്ല, വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സംഭവത്തെ സീക്വൻസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഖുറാനിലേക്ക് വരുന്ന സമയത്ത് അവിടെ വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് കാണുന്നത്, ചെതറിക്കിടക്കുകയാണ് പലയിടങ്ങളിൽ. ഞാനത് ആ കാര്യം പറയുണ്ടായല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഖുറാനിനെ സംബന്ധിച്ചും ബൈബിളിനെ സംബന്ധിച്ച് ആദമിനെക്കുറിച്ചുള്ള പ്രാരംഭമായിട്ടുള്ള നമ്മുടെ നിരീക്ഷണം. ഇനി നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിളിൽ തോറയിൽ ഉൽപ്പത്തി പുസ്തകം 1 Genesis chapter 1 verse 17 very clearly says that and God created the Adam in the image of God he created him, male and female he created them. വളരെ കൃത്യമായിട്ട് അവിടെ പറയുകയാണ്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. മനുഷ്യനെന്നുള്ള ഒരൊറ്റ പദത്തിൽ ആണും പെണ്ണും എന്നുള്ള ആ പദങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും ഒരുമിച്ച് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കുന്നത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ കൃത്യമായ മറുപടിയും കൂടിയാണിത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്നു. ദൈവം അംഗീകരിക്കുന്നതുകൊണ്ട് മനുഷ്യരും സ്ത്രീയെയും പുരുഷനും തുല്യരായി തന്നെ അംഗീകരിക്കുന്നു. എന്നാൽ ഖുറാനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വേർഡ്സസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ഖുറാനിൽ ആ ഭാഗം ഒരിക്കലും എവിടെയും പരാമർശിച്ചിട്ട് പോലുമില്ല. ഖുറാനികമായിട്ട് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനുണ്ട് എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് ഖുറാനും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം അവിടെ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ, ആദ്യ സൃഷ്ടിപ്പിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് ഖുറാനും ബൈബിളും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസം വരുന്നു. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും പോലെ. വെളിച്ചമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ വളരെ സ്പഷ്ടമായിട്ടെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റേത് ആ വെളിച്ചത്തിൽ നോക്കുമ്പോൾ വളരെയധികം ഡാർക്കൻഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം അവിടെ വളരെ വ്യത്യാസം ആരംഭിക്കുകയാണ്. ആദിമ മനുഷ്യനിൽ തന്നെ വ്യത്യാസം ആരംഭിക്കുകയാണ്. ഇനിയും ഒരു കാര്യം കൂടെ വളരെ കൃത്യമായിട്ട് പറയട്ടെ. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന് ഇൻകാർണേഷൻ ആകാൻ അല്ലെങ്കിൽ ജഡാവതാരം എടുക്കുന്നതിന് യാതൊരു വൈഷമ്യവും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യന് മാത്രമേ ഉള്ളൂ. മൃഗജാലങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല, ഇഴജന്തുക്കൾക്കില്ല, മത്സ്യങ്ങൾക്കൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. ഉന്നതമായിട്ടുള്ള സൃഷ്ടിപ്പാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും
സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സബൂറിൽ ദാവൂദ് വളരെ കൃത്യമായിട്ട് 8-ാമത്തെ സബൂറിൽ എങ്ങനെയാണ് പറയുന്നത്? ദൈവമേ, നീ മനുഷ്യനെ ഓർക്കുവാൻ തക്കോണം അവനെന്ത്, നീ മനുഷ്യപുത്രന്മാരെ ഓർമ്മിക്കേണ്ടതിന് അവനെന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആരെ? മനുഷ്യരെ ദൈവം തേജസ്സും ബഹുമാനവും ഉള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തേജസ് ഉള്ളവരായ മനുഷ്യനിലേക്ക് ദൈവത്തിന് ജഡാവതാരം എടുത്തു വരാൻ സാധിക്കും എന്നുള്ള വലിയ ഒരു തിയോളജി, ദൈവശാസ്ത്രം വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാൽ ഖുറാനികമായിട്ട് അങ്ങനെ സാധ്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും സാദൃശ്യത്തെക്കുറിച്ചും ഖുറാനിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് മറ്റെല്ലാ ജീവജാലങ്ങളെ പോലെ തന്നെ ഉള്ളതായിട്ടാണ് ഖുറാനികമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അന്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അന്തരം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമികമായി ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജഡാവതാരം, ദൈവം ജഡാവതാരം എടുത്തു വന്നു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മണിമകുടമായിരിക്കുന്ന മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ, ആ ഒരു അനുഭവത്തെ തിരസ്കരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്നുള്ളതാണ് അതിനകത്ത്. ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരികയാണ്. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 7. അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് യാഹ്വേ ഗോഡ് ആൻഡ് യാഹ്വേ മെയ്ഡ് ദ ആഡം ഫ്രം ഡസ്റ്റ് ഓഫ് ദ എർത്ത് ആൻഡ് ബ്ലൂ into his nose a living breath, and thus the Adam became a living soul. അതായത് യഹോവയായ ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വളരെ കൃത്യമായി എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും എങ്ങനെയാണ് മനുഷ്യന് ജീവൻ നൽകിയെന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അത് 2-ാം അധ്യായം ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 2:7 പറയുന്നു. ഇനി ഖുറാനിലേക്ക് വരുമ്പോൾ ഇതിനോട് സാമ്യമുള്ള നിരവധി ആയത്തുകൾ നമുക്ക് കാണാം, നിരവധി സൂക്തങ്ങൾ നമുക്ക് കാണാം. നമുക്കൊന്ന് നോക്കാം, ചിലതൊക്കെ ഒന്ന് പരിശോധിക്കാം. അവിടെ ഇതിനോട് താതാത്മ്യപ്പെടുത്താവുന്ന വിധത്തിൽ 16 സിമിലാരിറ്റീസ്, 16 താരതമ്യങ്ങൾ ഖുറാനികമായി ഖുറാൻ്റെ ആയത്തുകളിൽ നമുക്ക് കാണാം. 16 ആയത്തുകൾ ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോകരുത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബൈബിളിൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത് ദൈവം അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. എങ്ങനെ? നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ജീവനുള്ള ദേഹിയായി തീർന്നു. ഇനിയും അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുറാനികമായിട്ട് ഓരോ ആയത്തുകൾ നോക്കാം. അതിനകത്ത് മനുഷ്യനെ ദൈവം ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ്, അള്ളാഹ് ക്രിയേറ്റഡ് ഫ്രം എർത്ത്. മനുഷ്യനെ ദൈവം അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു. 11:61 നമുക്ക് കാണാം. ഇനി 2-ാമത്തെ ആയത്ത് 15:28. 15:28 വളരെ കൃത്യമായിട്ട് പറയുന്നത് മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന്. പല വേർഷൻസ് അതിനകത്തുണ്ട്. അതിനകത്ത് ഒന്ന് ഫ്രം ക്ലേ, കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആ ചില വേർഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. സൂറ അൽ ഹിജ്റയിൽ 28-ാമത്തെ ആയത്തിൽ ആൻഡ് ഇൻ ബ്രാക്കറ്റ് മെൻഷൻഡ് ഓ മുഹമ്മദ് ബ്രാക്കറ്റ് ക്ലോസ് when your Lord said to the angels I will create a human being out of clay from an altered black mud. കറുത്ത മണ്ണിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് അള്ളാഹു നിന്റെ നാഥൻ ദൂതന്മാരോട് പറഞ്ഞത് നീ ശ്രദ്ധിക്കുക
എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതായിട്ടുള്ള കാര്യത്തെയാണ് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത്. യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ഞാൻ വായിച്ചത് സഹീഹായിട്ടുള്ള ഇൻ്റർനാഷണൽ വേർഷനിൽ നിന്നാണ്. അതിൻ്റെ യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷനിൽ, ബിഹോൾഡ് ദൈ ലോർഡ് സെഡ് ടു ദി ഏഞ്ചൽസ്, ഐ ആം അബൌട്ട് ടു ക്രിയേറ്റ് മാൻ ഫ്രം സൗണ്ടിങ് ക്ലേ ഫ്രം മഡ് മോൾഡഡ് ഇൻ ടു ഷേപ്പ്. അർത്ഥവ്യത്യാസങ്ങൾ അറിയാവുന്നവർക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. അതാണ് മറ്റൊരു പരിഭാഷ. അതായത് നിന്റെ നാഥൻ ദൂതന്മാരോട് പറഞ്ഞു, ഏഞ്ചൽസിനോട്, മലക്കുകളോട് പറഞ്ഞു, ഐ ആം അബൌട്ട് ടു ക്രിയേറ്റ് മാൻ, ഞാനൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, ഫ്രം സൗണ്ടിങ് ക്ലേ, നാദമുള്ള ശബ്ദമുള്ള ഒരു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കാൻ പോവുകയാണ്. കളിമണ്ണിന് നാദമുണ്ട് എന്നാണ് അവിടെ പറയുന്നത്, ശബ്ദമുണ്ട് എന്നാണ്. എന്നിട്ട് ഞാൻ മനുഷ്യന് ഷേപ്പ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ബ്രാക്കറ്റിലുള്ള ഓ മുഹമ്മദ് എന്നുള്ള മെൻഷൻ അവിടെ ഇല്ല ആ ഒരു ട്രാൻസ്ലേഷനിൽ. ഇനിയും അബുൾ മൗദൂദിയുടെ ആയിട്ടുള്ള മൗദൂദികളുടെ ട്രാൻസ്ലേഷനിൽ, റീകോൾ വെൻ യുവർ ലോർഡ് സെഡ് ടു ദ ഏഞ്ചൽസ്, I will indeed bring into being a human being out of dry wringing clay wrought from black mud. അതായത് അവിടെയും മണിനാദം പോലെ ശബ്ദമുള്ള, കാരണം നമ്മുടെ പ്രവാചകന് പലപ്പോഴും വഹി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിക്കകത്തൊരു മണിനാദൻ പോലെയുള്ള ശബ്ദം വന്നു എന്ന് പറയും. ഈ മണിനാദം ഇസ്ലാമുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് സൃഷ്ടിപ്പിൽ തന്നെ മണിനാദം പോലെയുള്ള ഒരു ക്ലേയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വേരിയേഷൻസ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷനിൽ തന്നെ കാണാം. അത് ട്രാൻസ്ലേഷനാണെന്ന് പറഞ്ഞാലും വെറൈറ്റീസ് ആയിട്ടുള്ള വേർഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ആ ഒരൊറ്റ ആയത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം, കോൺട്രഡിക്ഷൻസ് മനസ്സിലായി കാണുമല്ലോ. മുൻപ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, അത് നമുക്ക് അംഗീകരിക്കാം. അത് ക്ലേയിൽ നിന്ന് എന്ന് എടുത്തു പറയുമ്പോൾ തന്നെ മണിനാദം പോലെയുള്ളതെന്നും ശബ്ദം ഉണ്ടാക്കുന്ന കളിമണ്ണ് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 23:12, 32:7, 38, 71, 72 ആയത്തുകളിലൊക്കെ ഈ ക്ലേയിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഖുറാനിൽ പറയുന്നു. ഇനി വീണ്ടും അടുത്തത്, ഇതുമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട അടുത്തത്, ഫ്രം ഡസ്റ്റ്, പൊടിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് സൂറ 3 അൽ-ഇമ്രാൻ 59, 18, 37, 22, 5, 35, 11, 40, 67 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പൂഴിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വേറെ ആയത്തിൽ നമ്മൾ 15, 28 വായിച്ചത് കളിമണ്ണിൽ നിന്ന് എന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. ഇനി വീണ്ടും സൂറ 25, 54 അവിടെ നമ്മൾ വായിക്കുന്നത് ഫ്രം വാട്ടർ, വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഭാഗത്ത് പറയുന്നത് മണ്ണിൽ നിന്നാണ്, സ്വാഭാവികം. രണ്ടാമത്തേത് ക്ലേയിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ്, ഇച്ചിരൂടെ വിശേഷണം. മൂന്നാമത്തത് ഡസ്റ്റിൽ നിന്നാണ്, പൊടിയിൽ നിന്നാണ്. നാലാമത്തത് അതിനേക്കാളും വിപരീതം, വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഒന്നുകിൽ വേണമെങ്കിൽ കളിമണ്ണിലേക്ക് വെള്ളം ഒഴിച്ചുണ്ടാക്കിയതാണെന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് യോജിക്കാമായിരുന്നു. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇനിയും മറ്റൊരായത്ത് 7:11, അതേപോലെ തന്നെ 32:9, 64:3, 82, 7, 8 ആയത്തുകളിൽ നമ്മൾ അവിടെ ഫോമിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നാം മനുഷ്യനെ രൂപപ്പെടുത്തി, അതിനകത്ത് കളിമണ്ണെന്നോ വെള്ളമെന്നോ പൂഴിയെന്നോ മണ്ണെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. ഫോമിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്നിട്ട് അടുത്ത വാക്ക്, അടുത്ത ആയത്ത് തീർച്ചയായിട്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവവുമായി ഒരല്പം ബന്ധമുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലോയിങ് ഓഫ് അള്ളാഹ് സ്പിരിറ്റ്, അള്ളാഹുവിൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് കൊടുത്തു എന്നാണ്. അള്ളാഹുവിൻ്റെ ആത്മാവിനെ ഊതി, മനുഷ്യൻ ജീവനുള്ളവരാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ആത്മാവിനെ ഊതിയിട്ടാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്നു. സൂറ 15, 29, 38, 72, അതേപോലെ 32, 7, 8 വാക്യങ്ങളിൽ, ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇനി അവിടുത്തെ വ്യത്യാസം എന്താ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഖുറാനും ബൈബിളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇപ്പോൾ പറഞ്ഞൊക്കെ വ്യത്യാസങ്ങളാണ്, എങ്കിലും പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, ബൈബിളിൽ
യഹോവയായ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയതെന്നും പറയുന്നു. ഖുറാനിൽ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. അപ്പൊ അത് വൈരുദ്ധ്യമല്ലേ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹോവയും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവും ഒരാളല്ല എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ തെളിവുകളും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും, ഖുറാനികമായിട്ടും വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും. ഇവിടെ ഈ പ്രത്യേക വ്യത്യാസങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുമ്പോൾ ആ സ്വരൂപവും സാദൃശ്യമാർന്ന മനുഷ്യനിലേക്ക്, മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ദൈവത്തിന് ഇൻകാർണേഷനായിട്ട് വരാൻ, അല്ലെങ്കിൽ ജഡാവതാരം എടുത്തു വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഗോഡ് ഈസ് ആൻ ഓൾമൈറ്റി ഗോഡ് ആൻഡ് ഹി ക്യാൻ ടേക്ക് എനി ഫോം ഇഫ് ഹി വാണ്ടഡ്. ദൈവത്തിന് ഏതെങ്കിലും രൂപം എടുക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അത് എടുക്കുന്നതിന് ദൈവത്തിന് സാധ്യമാണ്. കാരണം അവൻ ഓൾമൈറ്റി സർവശക്തനായ ദൈവമാണ്, അല്ലേ? അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ അള്ളാഹു അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ. കാരണം അള്ളാഹുവാണ് ഖുറാനിൽ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതായ നിരവധി കാര്യങ്ങൾ ഇനിയും നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഖുറാനിൽ ദൈവസ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇല്ലാതെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിനൊരു ഇൻകാർണേഷൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ബൈബിൾ പരമായിട്ട് അത് ആവശ്യമായി വരുന്നു. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സഖിത്വം അത്ര വലുതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നോടുകൂടെ സഖിത്വം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാകുന്നു. കാരണം ദൈവം സ്നേഹവാനായതുകൊണ്ട് സ്നേഹവാനായിരിക്കുന്ന യഹോവ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. whereas the Quran does not teach that Allah is the loving God and his nature is not mentioned as a love. അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഖുറാനിൽ അള്ളാഹുവിൻ്റെ നേച്ചറിലുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. അതിനാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അടിമയും ഉടമയും തമ്മിലാണ്. എന്നാൽ ഇവിടെ ആകട്ടെ അപ്പനും മക്കളും എന്ന പോലെയുള്ള ഒരു ബന്ധമാണ് ബൈബിൾ പ്രകാരം. അവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് അയച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടിലച്ചൻ.